അത്തരം പത്രങ്ങളെല്ലാം വീണ്ടും കളക്ട് ചെയ്തിട്ട് അവർ വീടാന്തോറും കൊണ്ടു നടന്ന് കൊടുക്കും. അതാണ് സുവിശേഷ വര. എന്താണ് അത്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റ് പറയിപ്പിക്കുകയാണ്. ഞാൻ വെഞ്ചരിച്ച വള്ളം ഒടിഞ്ഞുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ചേക്കുക. വള്ളം കല്ലുപറമ്പൻ ഈ UBC ബോട്ട് ക്ലബ്ബില്ലേ, ചമ്പക്കുളം, അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ വള്ളം വെഞ്ചരിക്കാൻ പറഞ്ഞ്. ഞാൻ അവിടെ ഓടി വള്ളത്തിന് അവിടെ നാളെ ശനിയാഴ്ച കളിയെങ്കിൽ വെള്ളിയാഴ്ച പോയി വെള്ളം വെഞ്ചരിച്ച് 144 കാശ് രൂപ ഞാൻ എല്ലാവർക്കും തുഴക്കാർക്കും എല്ലാം കൊടുത്തു. മാതാവിൻ്റെ കാശ് രൂപ. രാത്രി അവരെന്നെ വിളിച്ചു, അച്ഛാ ചതിച്ചാന്ന് പറഞ്ഞു. എന്താ ചതിച്ചെന്ന് പറഞ്ഞു? വള്ളം ഒടിഞ്ഞു പോയെന്ന്. അപ്പം ഞാൻ അന്ന് കൊച്ചച്ഛനാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. ഞാൻ പള്ളിത്തോട്ടി ഇരിക്കുകയാണ്. ഇവർ ആലപ്പുഴ, ഞാൻ ആലപ്പുഴ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. രാത്രി ആയപ്പോൾ ഈ വള്ളം ഇങ്ങനെ കുത്തി, സ്നേക്ക് ബോട്ടല്ലേ, വെള്ളത്തിലോട്ട് 110 നൻപ് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ വെള്ളം ചാടും. വെള്ളം ചാടി വെള്ളം ചാടുമ്പോൾ പടേന്ന് ഒടിഞ്ഞു ഒടിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യും? അപ്പോൾ എനിക്കും സങ്കടമായി. എൻ്റെ പൗരോഹിത്യത്തിന് ഏറ്റ അടിയാണ്. കാര്യം വെച്ചാൽ എല്ലാ അക്രൈസ്തവരും എൻ്റെ അടുക്കുന്നത് ഇങ്ങനെയാണ് കാശുര്യം വാങ്ങിച്ചത്. ക്രൈസ്തവർ അതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അക്രൈസ്തവരായിരുന്നു കൂടുതൽ. അവരെല്ലാം ഇങ്ങനെ ആദരവോടെ മേടിച്ച്. എൻ്റെ സങ്കടം വള്ളം ഒടിഞ്ഞതല്ല എൻ്റെ സങ്കടം, ഈ പാവത്തിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിന് നാണം കെടുത്തിയല്ല എന്നാണ്. എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിൻ്റെ. അപ്പം അവരുടെ മുമ്പിലേ കർത്താവിൻ്റെ ഞാൻ വെഞ്ചരിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയല്ല വട്ടം വെച്ച്. അപ്പം ഞാൻ ബേബിച്ചൻ ഇപ്പോഴും കൃപാസനത്തിലുണ്ട്. ബേബിച്ചനാണ് എന്നെ വിളിച്ചത് തത്തമ്പള്ളിയിലാണ്. അപ്പോൾ ബേബിച്ചനോട് ഞാൻ ബേബിച്ചാ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ബേബിച്ചൻ പറഞ്ഞ് കളക്ടറിൻ്റെ 3 ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് നാളെ കളിക്കാൻ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ പേര് വിളിക്കുമ്പോൾ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കാശും പോകും. ഇത്രയും നാൾ റിഹേഴ്സൽ ചെയ്ത കാശ് മൊത്തം പോകും. പിന്നെ ഇത് മുട്ട വരെ കൊടുത്തിട്ടിരിക്കല്ല വെള്ളം ഒഴുകാൻ വേണ്ടി, അതെല്ലാം പോയി. പിന്നെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റിബേറ്റ് വെക്കാൻ പോയിടന്ന്. അതാ ഒരു തെങ്ങ് വെട്ടി പൊളന്നിട്ട് അറുത്തിട്ട് ഈ 2 വള്ളം കൂടി അടുപ്പിച്ച് വെച്ചിട്ട് 2 മുറിഞ്ഞ പൊട്ട് വീണ 2 കഷ്ണം കൂടി അടുപ്പിച്ചിട്ട് അകത്ത് റിബേറ്റ് വെക്കുക, അകത്തും പുറത്ത് എന്നിട്ട് റിബേറ്റ് ഇട്ട് മുറുക്കും. അപ്പോൾ എന്ത് പറ്റും? 400 കിലോ കൂടി കൂടും എക്സ്ട്രാ ആയിട്ട്. അപ്പം 400 കിലോ കൂടുന്നതിന് മുമ്പ് തന്നെ 16 അടി കാരിച്ചാലിനേക്കാൾ താഴെയാണ് ഇവൻ നിൽക്കണത്. അന്ന് കാരിച്ചാൽ പേര് കേട്ട വള്ളമാണ്. അപ്പം റിയേഴ്സിന് തന്നെ എന്നിട്ടാണ് വെഞ്ചരിക്കുമ്പോഴാണ് ഇത് ഒടിഞ്ഞു പോണത്. അപ്പോൾ ഒടിഞ്ഞു പോകുമ്പോൾ എന്നിട്ട് തളർന്ന സ്വരത്തിൽ, സങ്കട സ്വരത്തിൽ, അച്ഛൻ കളി കാണാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ഒടിഞ്ഞ വള്ളത്തിൻ്റെ കളി എന്ത് കാണാനാണ് എനിക്ക്? പക്ഷേ എന്നിട്ട് ഞാൻ പോയി അന്ന് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല. കാര്യം എനിക്ക് ഗ്യാസ് ഇങ്ങനെ മേലോടെ നിൽക്കുകയാണ്. സങ്കടമല്ലേ, ഈ ആൾക്കാരുടെ മുഖത്തിലെങ്ങനെ നോക്കും. എന്നിട്ട് ഞാൻ പോയി അവിടെ ഐക്യ മാത്യു എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ടുപോയിരുത്തി, ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടുപോയിരുത്തി. അപ്പോൾ ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോഹമിട്ടുണ്ടാകുമ്പോൾ നിൽക്കണം. എന്താ കാര്യം? ഞാൻ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഞാൻ. ഇവിടെയാണ് വിഷയം. ഇത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്, അല്ല വിശ്വാസം ഒളിച്ചു കളിക്കാനുള്ളതല്ല. 3 ലക്ഷം മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ലോഹമിട്ടുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ജീവചരിത്രത്തിൽ മുഴുവനുണ്ട്. ഫോട്ടോ എല്ലാം ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആളാണ്. എന്ത് സംഭവിച്ചാൽ റെക്കോർഡ് ചെയ്യും. അപ്പം ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ വള്ളം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് റേഡിയോയാണ്. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ആരവമാണ് സ്റ്റേഡിയത്തിൽ. അവിടെ ഹെലികോപ്റ്റർ വരുന്നു, ആളെ പൊക്കുന്നു, ആളെ താഴെ വീഴുന്നു, നേവിക്കാരുടെ കയ്യാങ്കളികൾ, ഇതൊന്നും എന്നെ ശ്രദ്ധപ്പെടുന്നില്ല. ഞാൻ കൊന്തം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഫിനിഷിംഗ് പോയിന്റിൽ. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് റേഡിയോയുടെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റേഡിയോയുടെ കമൻട്രി വന്നിട്ട് ഒരു 3 മിനിറ്റായിട്ടും ഞാൻ വെഞ്ചരിച്ച വള്ളത്തിൻ്റെ പേര് പറയണില്ല അവർ. അപ്പോൾ ഞാൻ ഓർത്ത് അത് കളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അത് കളിക്കില്ലായിരിക്കും, പോയായിരിക്കും, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് ആ സമയത്ത് പേര് പറയാ. അപ്പം എങ്കിലും എനിക്ക് തോന്നി അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞു, നീ മുട്ടേ നിൽക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് മുട്ടേ നിന്ന്
പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ മുട്ട നിന്ന് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉടനെ ചമ്പക്കുളത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി കർത്താവ് ലൈനിലായെന്ന്. പിന്നെ ഞാൻ നിന്നില്ല. അതായത് നമ്മളെൻ്റെ മക്കളെ നിങ്ങൾ ഇരുന്ന് ഈ ആട് പ്രസവിക്കണ പോലെ കിടന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, അതൊക്കെ എപ്പോഴും ഓർത്തേക്കണം. പ്രാർത്ഥനയുടെ ഓരോ പൊസിഷനുണ്ട്, അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. അല്ല പ്രാർത്ഥിച്ചാൽ പോരെ, എവിടെ ഇരുന്നാൽ എന്താ, ഭിത്തിയെ ചാരിയാൽ എന്താണ്, കിടന്നാൽ എന്താണ്, മലന്ന് കിടന്ന് പ്രാർത്ഥിച്ചാൽ എന്താ, അങ്ങനെയല്ല. ഇതിൻ്റെ പൊസിഷൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. നീ മുട്ട നിൽക്കുമ്പോൾ അത് 10 മനുഷ്യരവിടെ ഉണ്ടെങ്കിൽ ദൈവം മഹത്വപ്പെടും. ദൈവം മഹത്വപ്പെട്ടാൽ പിന്നെ ദൈവം നിന്നെ ഓൺ ചെയ്യാൻ തുടങ്ങും. ഇതാണ് വിഷയം. നിന്നെ ഓൺ ചെയ്യും. നിന്നെ ഓൺ ചെയ്ത് അപ്പോൾ എനിക്ക് മുട്ട എന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ പേര് വന്നപ്പോൾ ഈ ഒപ്പക്കാരിച്ചാലും അതുപോലെ തന്നെ കല്ലുപറമ്പനും വേറെ 2-3 വള്ളങ്ങളും നെഹ്റു അനാരി ചുണ്ടൻ ഇതെല്ലാം ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വള്ളവും അത്ഭുതകരമായിട്ട് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. പക്ഷെ പുറകിലാണെന്ന് എനിക്ക് അപ്പോൾ അടുത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി ഈ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിക്കണമെന്ന്. ഞാൻ ഉടനെ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിച്ചത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഒടിഞ്ഞ വള്ളത്തിനെ എടുത്ത് പൊക്കി അപ്പുറത്തിട്ട് ഫിനിഷ് ചെയ്ത് ഫസ്റ്റായിട്ട്. അതുകൊണ്ട് തീർന്നില്ല. അപ്പം എനിക്ക് അഭ്യാസം മനസ്സിലായില്ലേ, മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുകയാണെന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന്. അത് പന്ത് കളിയാലും ശരി, പള്ളം കളിയാലും ശരി, എന്ത് കളിയാലും ശരി. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പരീക്ഷയായാലും ശരി, പഠനമായാലും ശരി, നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം ആദ്യം. അല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വേഷം, പുറത്ത് വരുമ്പോൾ വേറെ ഒരു വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രോഡാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസം എന്ന് പറയണത് ഒരു പരസ്യമായ ഏറ്റുപറച്ചിലാണ്. അതിന് കുറച്ച് തുരിക്കട്ടിയും വേണ്ടി വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ക്രിസ്തുവിനെ കൊടുക്കലും കൈമാറലാണ്. അല്ല മുറിയിരുന്നുകൊണ്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും പുസ്തകം നോക്കി വായിക്കണ പരിപാടിയൊന്നുമല്ല അത്. അത് കർത്താവിനെ യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്താണ്? എൻ്റെ കർത്താവ് മരിച്ചവനെന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന്. അതിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് പ്രാർത്ഥന. അല്ലാത്ത പ്രാർത്ഥനയല്ല. ശ്രുതികടേ.